السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. വിശുദ്ധമാക്കപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മഹത്തായ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം വർഷത്തിലെ ആദ്യത്തെ മാസമാണ് മഹത്തായ മുഹറം മാസം. സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാന്മാരാകുന്ന സ്വഹാബത്തോട് മുശാവറ നടത്തി ഹിജ്റ വർഷമായി തുടങ്ങിവെച്ച മഹത്തായ മുഹറം മാസം അത് അള്ളാഹു തആല ബഹുമാനിച്ച് ആദരിച്ച പവിത്രമാക്കപ്പെട്ട മാസമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. വർഷത്തിൽ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ മിൻഹ അർബഅത്തുൻ ഹുറും, അതിന് വലിയ പവിത്രതയുണ്ട്, വലിയ മഹത്വമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ മഹാന്മാരാകുന്ന മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും. ഏതാണ് ഈ പറയപ്പെട്ട 4 മാസം? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. ഈ 3 മാസം തുടർച്ചയായിട്ടുള്ള ഈ 3 മാസവും റജബ് മാസവും, ഈ 4 മാസങ്ങളാണ് ഏറ്റവും പവിത്രമാക്കപ്പെട്ട മാസമെന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മറ്റുള്ള മാസങ്ങളിലെല്ലാം തെറ്റ് ചെയ്താൽ വലിയ ശിക്ഷയും കുറ്റവുമാണെങ്കിൽ തന്നെയും അതിനേക്കാളെല്ലാം വളരെയധികം ഗൗരവത്തോടുകൂടെ നാം കാണേണ്ടുന്ന, നന്മകൾക്ക് വലിയ പ്രാധാന്യവും അതുപോലെ തന്നെ സ്വീകാര്യതയുമുള്ള തെറ്റുകൾക്ക് വലിയ ശിക്ഷ നൽകപ്പെടുന്ന മാസങ്ങളാണ് ഈ പറയപ്പെട്ട 4 മാസം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണല്ലോ വിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം. ഈ മുഹറം മാസത്തെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് ഷഹറുല്ലാഹിൽ മുഹറം എന്ന, അള്ളാഹുവിൻ്റെ മാസമാണ് മുഹറം മാസമെന്ന് പറയുമ്പോൾ തന്നെ, അള്ളാഹുവിലേക്ക് മാസത്തെ ചേർത്ത് പറയുമ്പോൾ തന്നെ ഇത് വലിയ പവിത്രതയുള്ള മാസമാണെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഈ വിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം ഹിജ്റ വർഷത്തിലെ 1ാമത്തെ മാസമാണ്. അഥവാ ഒരു വർഷം നമ്മോട് വിട പറഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ഇത്തരം പുതുവർഷങ്ങളിൽ നാം ചിന്തിക്കേണ്ടത്, കഴിഞ്ഞൊരു വർഷക്കാലം ഞാൻ എൻ്റെ ആഖിറത്തിലേക്ക് വേണ്ടി, എൻ്റെ പാരത്രികമായ ലോകത്തെ ജീവിതത്തിന് വേണ്ടി, മരണശേഷമുള്ള ഖബറിലെ വിജയത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത്? ഒരു പുനർവിചിന്തനം നടത്തേണ്ടുന്ന സമയത്താണ് നമ്മളൊക്കെ ഉള്ളത്. ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ഇവിടെ ഭൗതികമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്കെന്ത് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നാലും നമ്മെ ആശ്വാസിപ്പിക്കാൻ, നമുക്ക് സഹായങ്ങൾ നൽകാൻ പലരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ ഖബറാകുന്ന ഇരട്ടറയിൽ പോയി ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഈ പറയപ്പെട്ട ആരും തന്നെ അവിടെ സഹായിക്കാൻ നമുക്കില്ല. നമ്മൾ ഒറ്റക്കാണ്. നമ്മുടെ കൂടെ വരുന്നത് നാം ചെയ്തു വെച്ച നല്ല അമലുകളുണ്ടെങ്കിൽ, സ്വാലിഹായ സൽക്കർമ്മങ്ങളുണ്ടെങ്കിൽ അത് അയാൾക്ക് ഖബറിൽ വെളിച്ചമായി സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായി ഖബറിൽ എത്തുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഞാൻ ചിന്തിക്കേണ്ടത്, നമ്മൾ ഓർക്കേണ്ടത്, ഈ ഖബറിലെ ജീവിതത്തിന് വേണ്ടി എൻ്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എന്തു ചെയ്തു വെച്ചു, ഇനിയുള്ള ആയുസ് എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്തവരാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഒന്ന് നന്നാവണം. കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചു പോയ സകലമാന പാപങ്ങൾക്കും റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് ശിഷ്ടകാലം നന്നാക്കണമെന്നുള്ളൊരു ബോധം, ഒരു ചിന്തയാണ് മനുഷ്യന് വേണ്ടത്. എന്നല്ലാതെ ഈ പുതുവർഷങ്ങൾ വരുമ്പോൾ അതല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ബർത്ത്ഡേകൾ ആഘോഷിക്കപ്പെടുമ്പോൾ തോന്നിയതുപോലെ വിശുദ്ധ ഇസ്ലാം നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ യഥേഷ്ടം ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ വിധിവിലക്കുകൾ കാറ്റിൽ പരത്തിക്കൊണ്ടുള്ള ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ തീർച്ചയായും ഖബറിലും മഹ്ശറിലൊക്കെ നമുക്ക് വലിയ പരാജയമായിരിക്കും നമ്മെ തേടിയെത്തുക. നാം ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, നീ ഒരു വിദേശിയെപ്പോലെ, ഒരു വഴിമുറിച്ച് കിടക്കുന്ന ആളെപ്പോലെ, അത്ര കുറഞ്ഞ സമയം മാത്രമാണ് നിനക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസരമുള്ളൂ എന്നുള്ള ബോധത്തോടുകൂടെ നീ ജീവിക്കുകയും കാലാകാലം ജീവിക്കേണ്ടുന്ന ആഖിറത്തിന് വേണ്ടി നീ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കാരുണ്യവാനായ റബ്ബ് അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഇനിയുള്ള ആയുസെങ്കിലും ഉപയോഗപ്പെടുത്തി ആഖിറത്തിൽ വിജയിക്കുന്നവരെ നമ്മെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.